الشيطان الرجيم بسم الله الرحمن الرحيم وآتوا النساء صدقاتهن نحلة فإن تبن لكم عن نفس منه شيئا فكلوه هنيئا مريئا صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന ഈ ഭൗതിക ജീവിതത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനും നിശ്ചയിച്ച് തന്നിരിക്കുന്ന വൈവാഹിക ജീവിതത്തിലൂടെയുള്ള ഇണസങ്കല്പം വിശുദ്ധ ഇസ്ലാമിന് വ്യക്തമായ അതിൽ കാഴ്ചപ്പാടുകളുണ്ട്. മനുഷ്യൻ എങ്ങനെയാണ് ഇണചേരേണ്ടുന്നത്, മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്ന വിചാരങ്ങളെ മനുഷ്യേതര ജന്തുക്കളെ പോലെ സായുജ്യമടക്കേണ്ടുന്നവനല്ല. അതിന് വ്യക്തമായ ഒരു നിയമവും വ്യക്തമായ ഒരു നിർദ്ദേശവും വിശുദ്ധ ഇസ്ലാം മുന്നിൽ വയ്ക്കുന്നു. ഒരു പെൺകുട്ടിയുടെ രക്ഷകർത്താവായിരിക്കണം ഒരു യുവാവിന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടുന്നത്. വലിയ എന്നാണ് ആ രക്ഷകർത്താവിന് പറയുന്നത് പിതാവ്. പിതാവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ സഹോദരൻ, പിതാവിന്റെ സഹോദരന്മാർ, ഇങ്ങനെ വിശുദ്ധ ഇസ്ലാം വലി അഥവാ രക്ഷകർത്താവിലൂടെ ആയിരിക്കണം ഒരു പെൺകുട്ടി വിവാഹം ചെയ്യപ്പെടേണ്ടത് എന്ന് വ്യക്തമായി നിർദ്ദേശിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ നിക്കാഹ ഇല്ലാ ബിവലിയ്. രക്ഷകർത്താവ് ഇല്ലാതെ വിവാഹം ചെയ്യുന്നു എങ്കിൽ ആ വിവാഹമായി വിശുദ്ധ ഇസ്ലാം പരിഗണിക്കില്ല. പെൺകുട്ടിയുടെ രക്ഷകർത്താവായിരിക്കണം വിവാഹം ചെയ്തു കൊടുക്കേണ്ടുന്നത്. അതുപോലെ തന്നെ രണ്ട് സാക്ഷികളുടെ സവിധത്തിൽ വെച്ചായിരിക്കണം വിവാഹം നടക്കേണ്ടുന്നത്. ആ സാക്ഷികൾ രണ്ടുപേരുടെ ഇടയിൽ വിവാഹം നടന്നു എന്ന് കൃത്യമായി വ്യക്തമാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബഗായല്ലതി യൻകിഹന അൻഫുസഹുന്ന ബിഗൈരി ബൈനതി. വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷിയില്ലാതെ വിവാഹം ചെയ്യുന്നു എങ്കിൽ അതിനുശേഷം നടക്കുന്നത് ഒരിക്കലും ഭാര്യ ഭർത്തൃ ബന്ധമല്ല, വ്യഭിചാരമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അരുൾ ചെയ്യുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചു രണ്ട് സാക്ഷികളുടെ സവിധത്തിൽ വെച്ചായിരിക്കണം വിവാഹം നടക്കേണ്ടുന്നത്. ആ വിവാഹത്തിന്റെ വേളയിൽ ഒരു ഖുതുബയോദൽ സുന്നത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹത്തിന്റെ വേളയിൽ ഖുതുബ ഓതിയിരുന്നു. ആ ഖുതുബയെ കുറിച്ച് ഖുതുബത്തുൽ ഹാജത്ത് എന്നാ പറയുന്നത്. സിഹാഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അബൂ ദാവൂദ് ശരീഫ്, നസായി ശരീഫ്, തിർമിദി ശരീഫ്, ഇബ്നു മാജാ ശരീഫ്, ഇതുകൂടാതെ ഇമാം മുഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലൊക്കെ വിവരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലമന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ ഹാജ ഇന്നൽ ഹംദലില്ലാഹ് نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا رسول الله.
ഈ ഖുതുബ ഓതിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ 3 ആയത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഈ 3 ആയത്തുകളെ 5 വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോകുന്ന നവദമ്പതിമാർക്ക് 5 സന്ദേശങ്ങൾ നൽകുകയാണ്. ഒന്നാമതായി 3 ആയത്തുകളിലും ആദ്യമായി തഖ്വയെ കുറിച്ചുള്ള പ്രതിപാദ്യമാണുള്ളത്. വിവാഹബന്ധത്തിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇഫ്ഫത്താണ്, പാതിവ്രത്യം. വിവാഹം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സുകളിൽ മോശമായ വിചാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവന്റെ കണ്ണ് അന്യ സ്ത്രീയിലേക്കും അശ്ലീലങ്ങളിലേക്കും പതിയാൻ പാടില്ല. ഹറാമായ പ്രവണതകൾ കൊണ്ട് അവന്റെ വിചാരങ്ങൾ സായുജ്യമടയുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള ഇഫ്ഫത്ത് പാതിവ്രത്യം കിട്ടണമെങ്കിൽ വിവാഹത്തിന്റെ വേളയിൽ അതുമുതൽ മരണം വരെയും ഹൃദയത്തിൽ തഖ്വ ഉണ്ടാകണം. തഖ്വയാണ് മനുഷ്യന്റെ കണ്ണിനെ നിയന്ത്രിക്കുന്നത്. തഖ്വയാണ് മനുഷ്യന്റെ അവയവങ്ങളെ നിയന്ത്രിക്കുന്നത്. തഖ്വയാണ് അവന്റെ ഹൃദയത്തിൽ മോശമായ വിചാരങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് ആത്മനിയന്ത്രണത്തിന് വിധേയമാക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി തഖ്വ ഉണ്ടാകണം. വിവാഹം കഴിഞ്ഞാൽ വലിയ വലിയ ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളിലൊക്കെ കൃത്യമായി സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് ഗമിക്കണമെങ്കിലും തഖ്വ അനിവാര്യമാണ്. ഭാര്യയുമായുള്ള ബന്ധത്തിൽ, ഉമ്മയുമായുള്ള ബന്ധത്തിൽ അല്ലലുകളിലും പുലച്ചിലുകളും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് വിവാഹം ചെയ്യാൻ വേണ്ടി പോകുന്ന നവദമ്പതിമാർക്ക് വിവാഹത്തിന്റെ വേള മുതൽ മരണം വരെയും തഖ്വയാകുന്ന അമൂല്യമായ ഒരു ശക്തി ഹൃദയത്തിൽ നേടിയെടുക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നിർദ്ദേശം നൽകുകയാണ്. രണ്ടാമതായി കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടണം. വിവാഹത്തിലൂടെ കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെടേണ്ടുന്നതല്ല, കുടുംബ ബന്ധങ്ങൾ കൂടുതലായി സ്ഥാപിക്കപ്പെടണം. ആദ്യം വിവാഹം ചെയ്യുന്ന യുവാവിന് ആ യുവാവിന്റെ മാതാപിതാക്കൾ, സഹോദരന്മാര്, ബന്ധുമിത്രാദികൾ മാത്രമായിരുന്നു. വിവാഹം ചെയ്തു കഴിഞ്ഞപ്പോൾ ഭാര്യയായി, ഭാര്യയുടെ ഉമ്മയായി, ഉപ്പയായി, സഹോദരനായി, സഹോദരന്മാരായി അവരുമായുള്ള കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായിരിക്കണം. ഒരു പെൺകുട്ടി വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അവൾക്ക് അവരുടെ ഉമ്മ, ഉപ്പ, സഹോദരന്മാർ, മാമ, കൊച്ചുമ്മ എങ്ങനെയായിരുന്നു? വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടതോടുകൂടി ഭർത്താവിന്റെ ഉമ്മ സ്വന്തം ഉമ്മയുടെ സ്ഥാനത്തായി, ഭർത്താവിന്റെ ഉപ്പ സ്വന്തം ഉപ്പയുടെ സ്ഥാനത്തായി, ഭർത്താവിന്റെ സഹോദരിമാര്, ഭർത്താവിന്റെ ബന്ധുക്കൾ ഇവരുമായുള്ള ബന്ധം ഊഷ്മളമായിരിക്കണം. അല്ലാതെ അവരുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഒരു പെൺകുട്ടിയും ഭർത്താവിനോട് ചെയ്യുന്നു. നിങ്ങളുടെ ഉമ്മ എന്നോട് ഇന്നത് കാണിച്ചു, നിങ്ങളുടെ ഉപ്പ ഇന്നത് കാണിച്ചു, സഹോദരി ഇങ്ങനെ പെരുമാറി, ഇങ്ങനെ ബന്ധങ്ങൾ മുറിക്കുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ പ്രവാചകൻ കുടുംബ ബന്ധം വിശദീകരിക്കുന്ന ആയത്ത് ഓതിയത് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കണം. മരണം വരെയും കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ സംഭവിക്കരുത്. മൂന്നാമത് വിവാഹം ചെയ്യാൻ വേണ്ടി പോകുന്ന നവദമ്പതിമാർക്ക്
മരണം വരെയും കാത്തു സൂക്ഷിക്കാൻ അനിവാര്യമായ ഒരു സന്ദേശം പ്രവാചകൻ നൽകുകയാണ്. നിങ്ങൾ പറയുന്ന വർത്തമാനം എപ്പോഴും ചൊവ്വായതായിരിക്കും. വർത്തമാനം മതി, ഒരു വാക്ക് മതി, ഒരു തീക്കൊള്ളി മതി, ഒരു തീപ്പൊരി മതി. വീടും കുടുംബവും നാടും ഒക്കെ ശിഥിലമാകാൻ കത്തിയേരിയാൽ ഇതുപോലെ ഒരു വാക്കു മതി വീട്ടിൽ ഭിന്നതയുണ്ടാകാൻ, കുടുംബങ്ങൾ ശിഥിലമാകാൻ, നാട് ശിഥിലമാകാൻ ഒരു വാക്കു. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാ, വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങളുടെ വർത്തമാനം ചൊവ്വായതായിരിക്കണം. വിവാഹത്തിന്റെ വേളയിൽ ഭർത്താവിനോട് നൽകുന്ന നിർദ്ദേശമാണ്, നീ ഒരു പെൺകുട്ടിയുടെ പിതാവിന്റെ കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ നാമത്തിൽ വിവാഹം ചെയ്യുമ്പോൾ പറയുന്നത് അല്ലാഹുവിന്റെ നാമം കൊണ്ട് എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നത്, അല്ലാഹുവിന്റെ നാമത്തിന്റെ പേരിലാണ് എന്റെ സഹോദരി നിനക്ക് വിവാഹം ചെയ്തു തരുന്നത്. എന്തിനാ വിവാഹം ചെയ്തു തരുന്നത്? കേവലം ഒരു ഭോഗവസ്തുവാക്കാൻ വേണ്ടിയല്ല, നല്ല നിലയിൽ അവരുടെ ജീവിതം മരണം വരെയും നീ ശ്രദ്ധിക്കണം. ഇനി നിനക്ക് നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നല്ല നിലയിൽ അവളെ മടക്കി ഏൽപ്പിക്കണം. ഈ വാക്ക് വളരെ കൃത്യമായിരിക്കണം. മരണം വരെയും ഈ ഏൽപ്പിച്ചു തന്ന അമാനത്ത് സൂക്ഷിപ്പ് സ്വത്തിനെ നല്ല നിലയിൽ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നല്ല നിലയിൽ രക്ഷകർത്താവിന് മടക്കി ഏൽപ്പിക്കണം. അല്ലാതെ അവരുടെ സ്വത്തെല്ലാം നശിപ്പിച്ച് മാനസികമായി അവളെ തളർത്തി ഒരു മാനസിക രോഗിയാക്കി ഒരിക്കലും രക്ഷകർത്താവിന്റെ മുന്നിലേക്ക് അടിച്ചറിയപ്പെടേണ്ടതവളല്ല ഈ വിവാഹം ചെയ്യുന്ന പെൺകുട്ടി. നിന്റെ കരങ്ങളിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി പിതാവ് അല്ലെങ്കിൽ രക്ഷകർത്താവ് ഏൽപ്പിച്ച അമൂല്യമായ ഒരു സൂക്ഷിപ്പ് സ്വത്താണ്. അതുകൊണ്ട് അവളോടുള്ള കടമകൾ കൃത്യമായി പാലിക്കണം. നിനക്ക് കൃത്യമായി പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നല്ല നിലയിൽ അവളെ രക്ഷകർത്താവിന്റെ അടുക്കിലേക്ക് മടക്കിയിരിക്കും. ഈ വാക്ക് പറഞ്ഞപ്പോ കബിൽക്കു, ഇപ്രകാരം നിങ്ങൾ ചെയ്തു തന്ന വിവാഹത്തെ ഞാൻ സ്വീകരിച്ചു എന്ന് നാവ് കൊണ്ട് പറയുമ്പോൾ മരണം വരെയും ഈ പറഞ്ഞത് സത്യമായിരിക്കണം. നിങ്ങളുടെ വർത്തമാനങ്ങൾ ചൊവ്വായതായിരിക്കണം. വിവാഹത്തിന്റെ വേളയിൽ പറയുന്ന കലിമയും വിവാഹത്തിന് ശേഷമുള്ള സംസാരവും വളരെ കൃത്യമായിരിക്കും. ലോകത്തുള്ള വിവാഹം ചെയ്യപ്പെട്ട എല്ലാ യുവാക്കളോടും നൽകുന്ന നിർദ്ദേശം, എല്ലാ യുവതികളോടും നൽകുന്ന നിർദ്ദേശം, മരണം വരെയും കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ യാതൊരു സ്വൈരതക്കുറവും സംഭവിക്കില്ല. പുരുഷന്മാരോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാരുടെ ബന്ധുക്കളുടെ കുറവുകൾ പറയരുത്. നിന്റെ ഉപ്പ എന്നോട് ഇന്ന നിലയിൽ പെരുമാറി, നിന്റെ ഉമ്മ എന്നോട് ഇന്ന നിലയിൽ പെരുമാറി, നിന്റെ സഹോദരൻ ഇന്ന നിലയിൽ എന്നെ ശകാരിച്ചു. ഒരിക്കലും നിങ്ങൾ ഭാര്യമാരുടെ ബന്ധുക്കളുടെ കുറവുകൾ പറയരുത്. ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളോടും അമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശമാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കുടുംബക്കാരുടെ കുറവ് പറയരുത്. നിന്റെ ഉപ്പ എന്നെ ഈ നിലയിൽ അവഗണിച്ചു, നിന്റെ ഉമ്മ ഈ നിലയിൽ എന്നോട് പെരുമാറി, നിന്റെ സഹോദരന്മാർ ഇന്ന നിലയിൽ പെരുമാറി. ഒരിക്കലും പെൺകുട്ടിയോടും അക്കാര്യങ്ങൾ പറയരുത്. പെൺകുട്ടി ഒരിക്കലും ഉപ്പ ഭർത്താവിനോട് പറയരുത്, നിന്റെ ഉപ്പ ഇന്ന നിലയിൽ എന്നോട് പെരുമാറി, നിങ്ങളുടെ ഉമ്മ ഇന്ന നിലയിൽ പെരുമാറി, നിങ്ങളുടെ സഹോദരൻ ഇന്ന നിലയിൽ എന്നെ ശകാരിച്ചു. ഇതൊന്നും പറയരുത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധുക്കളുടെ കുറവുകൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ബന്ധം വളരെ ഊഷ്മളമായി മുന്നോട്ട് പോകും. നിങ്ങളുടെ വർത്തമാനം ചൊവ്വായിരിക്കണം. വിവാഹം ചെയ്യുന്ന നവദമ്പതിമാര് മരണം വരെയും കാത്തു സൂക്ഷിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ നൽകുന്ന നാലാമത്തെ സന്ദേശം, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടുന്നത്. വിവാഹം ചെയ്യുന്ന നവദമ്പതിമാര് മരണം വരെയും കാത്തു സൂക്ഷിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ നൽകുന്ന സന്ദേശം,
വിവാഹം കഴിക്കുമ്പോൾ ധാരാളം ഭൗതികമായ ആവശ്യങ്ങൾ ഉണ്ടാകും, ധാരാളം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വരും. ഈ സന്ദർഭത്തിൽ ഒരിക്കലും ഇസ്ലാമാകുന്ന അമൂല്യമായ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയരുത്. മുസ്ലിമായി ജീവിച്ച പോലെ ഇസ്ലാമോടുകൂടി ദുനിയാവിൽ നിന്ന് യാത്രയാണ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله حق تقاته സത്യവിശ്വാസികളെ, നിങ്ങൾ യഥാർത്ഥ തഖ്വ ഹൃദയത്തിൽ നേടിയെടുക്കണം. ولا تموتن إلا وأنتم مسلمون. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുത്തളത്തിൽ ഒരിക്കലും നിങ്ങൾ ഇസ്ലാമിനെ കൈവിട്ട് കളയരുത്. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത്. ഇസ്ലാമിന്റെ മുഴുവൻ കർമ്മങ്ങളും ജീവിതത്തിൽ കൃത്യമായി പാലിച്ചു എങ്കിൽ മാത്രമേ മുസ്ലിമായി മരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ വിവാഹം ചെയ്തു, ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കണം, ഭാര്യയ്ക്ക് സമ്പാദിക്കണം, മക്കൾക്ക് സമ്പാദിക്കണം എന്ന ചിന്തയോടുകൂടി ഇസ്ലാം ഉപേക്ഷിച്ചു. നമസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ നിന്ന് ഒഴിവായി ഒരിക്കലും ജീവിതത്തെ ആക്കിക്കളയുക. ഈ 5 സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഖുതുബയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ വിവാഹത്തിന്റെ വേളയിൽ ഓതിയത്. നിക്കാഹിനെ സംബന്ധിക്കുന്ന എത്രയോ ആയത്ത് ഖുർആനിലുണ്ട്, അതല്ല ഓതിയത്. ഈ 3 ആയത്തുകളാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓതിയത്. സൂറത്തുൽ നിസായിലെ ആയത്ത്, സൂറത്തു ആല ഇംറാനിലെ ആയത്ത്, സൂറത്തുൽ അഹ്സാബിലെ ആയത്ത്. ഈ 3 ആയത്തുകളിലായി ഒന്ന് തഖ്വ, 2 കുടുംബബന്ധം സ്ഥാപിക്കണം, 3ാമത് വർത്തമാനങ്ങൾ വളരെ കൃത്യമായിരിക്കണം, ചൊവ്വായ സംസാരമായിരിക്കണം. ഒരിക്കലും ആ സംസാരത്തിൽ ലെവലേശം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ശൈഥില്യങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കണം. 4ാമത് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. 5ാമത് മുസ്ലിമായി മരിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിവാഹത്തിന്റെ വേളയിൽ നബിതങ്ങൾ ഖുതുബ ഓതുമായി. വിവാഹം കഴിഞ്ഞാൽ പിന്നീട് ഭർത്താവ് തീർച്ചയായും പെൺകുട്ടിക്ക് നൽകേണ്ടുന്ന ഒരു മൂല്യമാണ് മഹർ അഥവാ വിവാഹ മൂല്യം. ഇസ്ലാം സ്ത്രീകൾക്ക് പരിഗണനയും അംഗീകാരവും നൽകിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കാണ് വിവാഹ മൂല്യം നൽകേണ്ടത്. ഇത് പുരുഷന്മാരെ കൂടുതലുമാണ്. നേരെ ഉൾട്ടയാണ്. ഇസ്ലാമുമായിട്ട് പുലബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ, അച്ചാരം, സ്ത്രീധനം, പിന്നെ പല നിലയിലുള്ള ചടങ്ങുകളുണ്ട്. ഇതിലെല്ലാം ബെനിഫിറ്റ് പുരുഷനാണ്. ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആ ബെനിഫിറ്റ്. ഇന്നും സൗദി അറേബ്യ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാറുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അയ്യുമാ റജുലിൻ തസവ്വജ ഇംറഅതൻ അലാ മാ ഖല്ല മിനൽ മഹരി ഔ കസുറ വലൈസ ഫീ നഫ്സിഹി അൻ യുഅദ്ദിയ ഇലൈഹാ ലഖിയ അല്ലാഹ യൗമൽ ഖിയാമത്തി വഹുവ സാരി. ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു, കുറഞ്ഞ മഹർ പറഞ്ഞ് അല്ലെങ്കിൽ കൂടിയ മഹർ പറഞ്ഞ് അവന്റെ ഹൃദയത്തിൽ ആ വിവാഹമൂല്യം കൊടുത്തു വീടണമെന്ന ചിന്തയില്ല, അവൻ ആ വിവാഹമൂല്യം കൊടുത്തു വീടിയില്ല, ആ അവസ്ഥയിൽ മരണപ്പെടുന്നു എങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വ്യഭിചാരിയായിട്ടായിരിക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഫിലോസഫർ പോലെ ഇത് പറയുകയായിരുന്നില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ കാണിച്ചു തന്നു. തങ്ങൾ കാണിച്ചത് എല്ലാ സ്ത്രീകൾക്കും മൂല്യം കൊടുത്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയുണ്ടായി, കം കാന സിദാഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅസ്വാജിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ ധാരാളം വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ആ വിവാഹത്തിന്റെ വേളയിൽ ഭാര്യമാർക്ക് എന്ത് മഹറാ കൊടുത്തു, എന്ത് വിവാഹ മൂല്യമാ കൊടുത്തു? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, കാന സിദാഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅസ്വാജിഹി 12 ഊഖിയതൻ വനശാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ ഭാര്യമാർക്ക് വിവാഹ മൂല്യമായി കൊടുത്തത് 12 ഊഖിയയും നസ്സുമാണ്. എന്നിട്ട് മഹദി ആയിഷ ഉമ്മു സലമയോട് ചോദിക്കുകയുണ്ടായി, എന്താ നസ്സി എന്ന് മനസ്സിലായോ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു മനസ്സിലായില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു നിസ്ഫു, പകുതി എന്നാണ്, അതായത് 12.5 ഊഖിയ. അത് 500 ദിർഹമാണ് എന്ന് മഹദി ആയിഷ വിശദീകരിച്ചു കൊടുക്കുകയാണ്. 500 ദിർഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 53,000-ലധികം രൂപയായിരുന്നു. അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ഒരു വിവാഹ മൂല്യം കൊടുത്തുകൊണ്ടാണ് ഓരോ സ്ത്രീകളെയും വിവാഹം ചെയ്തത്. ഈ വിവാഹ മൂല്യത്തെ കുറിച്ചാണ് മഹറെ ഫാത്തിമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വിവാഹ മൂല്യം കൊടുത്തുകൊണ്ട് വിവാഹം ചെയ്യൽ സുന്നത്താണ്. എന്നാൽ 10 ദിർഹം കൊടുത്ത് വിവാഹം ചെയ്ത സംഭവമുണ്ട്. 4000 ദിർഹം വിവാഹ മൂല്യമായി കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യുകയുണ്ടായി. ഈ വിവാഹ മൂല്യവും കൊടുത്തത് നജ്ജാസി രാജാവ് തന്നെയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യയാണ് ഉമ്മു ഹബീബ, അബൂ സുഫിയാന്റെ മകളായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദഅവത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വിവാഹം ചെയ്തിരുന്ന ഭർത്താവായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. രണ്ടുപേരും മക്കയിലെ ജീവിതം ദുസ്സഹമായപ്പോൾ മക്കയിൽ നിന്നും ഹബശയിലേക്ക് ഹിജ്റത്ത് ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോൾ രണ്ടുപേരും മക്കയിൽ നിന്നും ഹബശയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. ഹബശയിൽ പോയതിനു ശേഷം അവർക്കൊരു കുട്ടി ജനിച്ചു, ഹബീബ എന്ന ആ പെൺകുട്ടി. ആ പെൺകുട്ടിയിലേക്ക് ചേർത്തുകൊണ്ടാണ് ഉമ്മു ഹബീബ എന്നറിയപ്പെടുന്നത്. അവരുടെ പേര് റംലത്ത് എന്നായിരുന്നു. കുട്ടി ജനിച്ചു കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഈ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ക്രിസ്ത്യാനിയായി. ആ അവസ്ഥയിൽ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോ നജ്ജാസി രാജാവ്, എത്യോപ്യയിലെ ചക്രവർത്തിയായിരുന്ന നജ്ജാസിക്ക് വിവാഹത്തിന്റെ സന്ദേശം അറിയിച്ചു. ഉമ്മു ഹബീബയെ ഞാൻ വിവാഹം ചെയ്യുകയാണ്. അങ്ങനെ നജ്ജാസി രാജാവ് ഉമ്മു ഹബീബയുടെ അടുക്കൽ ദൂതനെ അയച്ചു. 4000 ദിർഹം എന്ന റിവായത്തുണ്ട്. ഹാക്കിമിന്റെ റിവായത്തിൽ 4000 ദീനാർ വിവാഹ മൂല്യം നജ്ജാസി തന്നെ അല്ലാഹുവിന്റെ പ്രവാചകന് പകരമായി നൽകി. വിവാഹം ചെയ്തു. എന്നിട്ട് സുഹൈബ് ബിൻ ഹസന എന്ന് പറയുന്ന സഹാബിയുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് അയച്ചു കൊടുത്തു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തന്നെ ഈ സംഭവം പറയുന്നത് ഉമ്മി ഹബീബ റളിയല്ലാഹു അൻഹ അന്നഹാ കാനത് തഹത അബ്ദില്ലാഹി ബിൻ ജഹ്ശ് ഫമാത. തീർച്ചയായും ഉമ്മു ഹബീബ അബ്ദുല്ലാഹി ബിൻ ജഹ്ശിന്റെ ഭാര്യയായി കഴിഞ്ഞുകൂടുകയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. فزوجها النجاشي النبي صلى الله عليه وسلم ب4,000 من درهم. നജ്ജാസി രാജാവ് 4000 ദിർഹം മഹറിന് പകരമായി അല്ലാഹുവിന്റെ പ്രവാചകന് ഉമ്മു ഹബീബയെ വിവാഹം ചെയ്തു കൊടുത്തു. വഅംഹറഹ നജ്ജാസി, നജ്ജാസി തന്നെ ആ മഹർ കൊടുക്കാനുള്ള മൂല്യവും കൊടുത്തു. وبعث بها إلى النبي صلى الله عليه وسلم مع شرحبيل بن حسنة. شرحبيل بن حسنة എന്ന് പറയുന്ന സഹാബിയുടെ കൂട്ടത്തിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ മദീനയിലേക്ക് യാത്രയാക്കി. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് വിവാഹ മൂല്യം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ വിവാഹ മൂല്യം കൊടുത്തുകൊണ്ടാണ് വിവാഹം ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വആതുൻ നിസാഅ സ്വദഖാതിഹിന്ന നിഹ്ല ഫഇൻ തിബ്ന ലകും അൻ നഫ്സിൻ മിൻഹു ശൈഅൻ ഫഖുലൂഹു ഹനീഅൻ മരീആ. വആതുൻ നിസാഅ നിങ്ങൾ വിവാഹം ചെയ്യുന്ന സ്ത്രീകൾക്ക് വിവാഹമൂല്യം മനസ്സംതൃപ്തിയോടുകൂടിയാണ് നൽകേണ്ടുന്നത്.
ഇന്നതൊക്കെ മാറിപ്പോയി. പണ്ട് കാലത്ത് എന്താ മഹർ എന്ന് അറിഞ്ഞു. ഉസ്താദ് ചോദിക്കും മഹർ എത്രയാണ് കൊടുക്കുന്നത്? 100 രൂപ പറയും. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ 500 രൂപയായി. ഇപ്പോഴും ദീനിയായി ബോധമില്ലാത്ത ആൾക്കാർ മഹർ 1000, 500 പറയുന്നത്. എന്നിട്ട് അദ്ദേഹം താലിമാല കൊണ്ട് കൊടുക്കുക. 2.5 പവൻ, 3 പവൻ, 3.5 പവൻ, 5 പവൻ, 10 പവൻ. ഈ താലിമാല ഹിന്ദുക്കളുടെ ആചാരമാണ്, ഇസ്ലാമുമായി പുലബന്ധമില്ല. ഇവിടെ എന്ത് ചെയ്തു? ഉസ്താദ് വിവാഹത്തിന്റെ വചനങ്ങൾ രക്ഷകർത്താവിനോട് പറഞ്ഞു. രക്ഷകർത്താവ് പറഞ്ഞു കൊടുത്തു. അത് വരൻ പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമായി. അതിനുശേഷം കൊടുക്കേണ്ടത് താലിമാലയല്ല, നേരെ മറിച്ച് മഹറ കൊടുക്കുന്നു. ഇസ്ലാം മഹറ പഠിപ്പിക്കുന്നു. നമ്മൾ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടി നമ്മളുടെ കൾച്ചർ, സംസ്കാരം തന്നെ അനിസ്ലാമികമായി പോയി. അതുകൊണ്ടായി സംഭവിക്കും. ഈ മാല വിവാഹമൂല്യമായി നിശ്ചയിച്ച് നേരത്തെ തന്നെ എന്ത് ചെയ്യണം? സഹോദരിയാണ് കൊടുക്കുന്ന സഹോദരിയോട് പറഞ്ഞ് മഹർ എന്ന രൂപത്തിൽ കൊടുക്കും. സ്വന്തമായി കൊണ്ടു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. മലബാറിലൊക്കെ ഇന്ന് വളരെ കൃത്യമാണ്. വിവാഹമൂല്യം ഒരിക്കലും ഭർത്താവിന്റെ സഹോദരിയെ ഏൽപ്പിക്കും. ഈ വിവാഹമൂല്യം അങ്ങനെ തന്നെ പെട്ടിയോടുകൂടി കൊണ്ടുപോയി വിവാഹം ചെയ്യുമ്പോൾ എന്തിനാ മതി? ഭാവിയായിരിക്കും വിവാഹം ചെയ്യുന്നത്. ഈ മഹറിന് പകരം അതിന് ചിലപ്പോൾ ഉള്ളത് 36 ഗ്രാം ആയിരിക്കും, ചിലപ്പോൾ 40 ഗ്രാം ആയിരിക്കും, ചിലപ്പോൾ 50 ഗ്രാം അവിടെ തന്നെ ഉണ്ടാവും. ഈ വിവാഹം കഴിഞ്ഞിട്ട് വരനാണെന്ന് ഈ വിവാഹമൂല്യവുമായി പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഈ വരൻ തന്നെയാണ് ആ പെട്ടിയിൽ നിന്ന് വിവാഹമൂല്യം എടുത്ത് അവിടെ ധരിപ്പിക്കുന്നത്. ഇനി ആ സമയത്ത് വേണമെങ്കിൽ സഹോദരിമാർക്ക് വാങ്ങി ധരിപ്പിക്കുന്നതിൽ തെറ്റില്ല. കാരണം പണ്ട് മുതലേ ഇസ്ലാമിക കൾച്ചർ, സംസ്കാരം നിലനിന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മഹർ, ഈ കൊടുക്കുന്ന സ്വർണം മഹറാണ് എങ്കിൽ ആ മഹറിനെ വളരെ കൃത്യമായി പറഞ്ഞ് തന്നെയായിരിക്കണം പെൺകുട്ടിയെ ധരിപ്പിക്കേണ്ടത്. فإن تبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. ആ മഹറിൽ നിന്ന് ഇനി വിവാഹത്തിന് ശേഷം വർഷങ്ങൾ പലതും കഴിഞ്ഞുപോയി. അവരുടെ ഹൃദയത്തിൽ സംതൃപ്തിയോടെ എന്തെങ്കിലും ആവശ്യത്തിന് നിനക്ക് നൽകിയാൽ, ജീവിതത്തിൽ ദാരിദ്ര്യം വന്നു, മഹറിന്റെ മാല വിൽക്കേണ്ടുന്ന ആവശ്യം വന്നു, അവൾ പറഞ്ഞു ഈ മാല വിൽക്കും. അവളോട് ശാഠ്യ കാണിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കി വാങ്ങാൻ ഒരിക്കലും അനുവാദമില്ല. അവൾ ഇങ്ങോട്ട് മനസ്സംതൃപ്തിയോടുകൂടി തന്നു കഴിഞ്ഞാൽ നല്ല നിലയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അന്നം വാങ്ങി കഴിക്കാം. മഹർ യഥാർത്ഥത്തിൽ പെൺകുട്ടിയുടെ അവകാശമാണ്. നമ്മുടെ ഓശാരമോ നമ്മുടെ ഔദാര്യമോ അല്ല. ജീവിതത്തിൽ നമ്മുടെ സഖിയായി നേടിയെടുക്കുന്ന ആ പെൺകുട്ടിയിൽ നിന്ന് നമ്മുടെ ധാരാളം ഇംഗിതങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. അതിന് നൽകുന്ന ഒരു മൂല്യമാണ്. ഇനി ഭർത്താവ് മരണം, ഭാര്യ മരണം, ഈ വിവാഹബന്ധം അവളുമായി വീട് കൂടുന്നതിന് മുമ്പ് വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാലും ആ വിവാഹ മൂല്യത്തിന്റെ പകുതി കൊടുക്കണം എന്നാണ്. وَإِن طَلَّقْتُمُوهُنَّ مِن قَبْلِ أَن تَمَسُّوهُنَّ فَقَدْ فَرَضْتُمْ لَهُنَّ فَرِيضَةً فَنِصْفُ مَا فَرَضْتُمْ إِلَّا أَن يَعْفُونَ أَوْ يَعْفُوَ الَّذِي بِيَدِهِ عُقْدَةُ النِّسَاءِ وَأَن تَعْفُوَ أَقْرَبُ لَكُمْ وَلَا تَنسَوْا الْفَضْلَ بَيْنَكُمْ والله بما تعملون بصير. വിശുദ്ധ ഖുർആനിൽ തന്നെയാണ് വിവാഹ മൂല്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി സവിസ്തരം വിശദീകരിക്കുന്നത്. وَإِن طَلَّقْتُمُوهُنَّ مِن قَبْلِ أَن تَمَسُّوهُنَّ നിങ്ങൾ വിവാഹം ചെയ്തതിന് ശേഷം അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹബന്ധം വിച്ഛേദിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാൽ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകതയാണ് എന്ത് സന്നിഗ്ധ ഘട്ടത്തിലും എന്ത് പ്രതിസന്ധിയിലും വളരെ കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും. മനുഷ്യനാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഇസ്ലാം അതിന് വ്യക്തമായ നിർദ്ദേശിക്കുന്നു.
അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ അവളുമായുള്ള വിവാഹ ബന്ധത്തിൽ അല്ലലുകൾ ഉലച്ചിലുകൾ സംഭവിച്ചു, വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇനി നിങ്ങൾ അവളോട് നേരത്തെ മകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പകുതി മഹർ അവൾക്ക് ഉള്ളതാണ്, അവൾക്ക് കൊടുക്കണം, മകൾ വെച്ച് കൊടുക്കണം. ഇനി അവള് വിട്ടുവീഴ്ച ചെയ്തു എങ്കിൽ എനിക്ക് മാറു വേണ്ട, കാരണം എന്നെ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കി. വിവാഹത്തിന്റെ ബന്ധം ഏതൊരാളുടെ നിയന്ത്രണത്തിലാണോ, അതായത് ഭർത്താവ്, അയാള് വിട്ടുവീഴ്ച ചെയ്ത് പകുതിക്ക് പകരം മുഴുവൻ ഭാഗം ചെയ്ത് കൊടുത്തു. എന്താണെങ്കിലും വിവാഹം നടന്നാണല്ലോ, എല്ലാവരും ആണ്, എങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഖുർആൻ പറയാണ് വിട്ടുവീഴ്ച നൽകലാണ് നല്ലത്, ഭർത്താവ് മുഴുവൻ ഭാഗം കൊടുക്കലാണ് നല്ലത്, ഭാര്യ ഒന്നും വേണ്ടെന്ന് പറയലാണ് നല്ലത്. ഇതാ വിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം. ഭർത്താവ് എങ്ങനെയാ പെരുമാറുന്നത്, ഭർത്താവിന് പഠിപ്പിച്ചു കൊടുക്കും. ഭാര്യ എങ്ങനെയാ പെരുമാറുന്നത്, ഭാര്യയോട് പറഞ്ഞു കൊടുക്കും. ولا تنسوا الفضل بينكم إن الله بما تعملون بصير. നിങ്ങൾ പരസ്പരമുള്ള ഔദാര്യങ്ങളെ മറന്നു കളയരുത്. ഒരു വിവാഹം, ആ വിവാഹം പലരും മാനസികമായി പല നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപകാരം ചെയ്യേണ്ടുന്നവരാ മനുഷ്യൻ. അതുകൊണ്ട് വിവാഹം നടന്നു എന്നതിന്റെ പേരിൽ മാവ് ഞാൻ തരൂല എന്ന് പറഞ്ഞ് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. ഈ നിലയിൽ പരസ്പരം ചെയ്യേണ്ടുന്ന ഔദാര്യങ്ങളെ നിങ്ങൾ ഒരിക്കലും വിസ്മരിച്ചു കളയരുത്. തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യങ്ങളും കാണുന്നവരാണ്. അതുകൊണ്ട് സ്ത്രീയുടെ അവകാശമാണ് വിവാഹ മൂല്യം മഹർ എന്നുള്ളത്. ഈ മഹർ കൊടുത്തുകൊണ്ടായിരിക്കണം വിവാഹം ചെയ്യേണ്ടത്. വിവാഹം നടക്കേണ്ടുന്ന ഇടം പള്ളിയാണ്. കാരണം വിവാഹം എന്നുള്ളത് ഉയർന്ന ഇബാദത്തും അമലുമാണ്. പരമാവധി നമ്മുടെ അമലുകളിൽ നിസ്കാരം, അതുപോലെ തന്നെ ഖുർആൻ ഓതൽ, ദിക്ർ, ദുആ, ഇതിലൊക്കെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലം പള്ളി എന്നതുപോലെ വിവാഹം ഏറ്റവും പരിശുദ്ധമായ ഒരു അമല് കർമ്മമാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഇസ്ലാം അതിനെ പള്ളിയിലാക്കാൻ വേണ്ടി പറയും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, നിങ്ങൾ ഈ നിക്കാഹിനെ വിളംബരം ചെയ്യണം. കാരണം നിക്കാഹ് വിളംബരം ചെയ്തില്ല എങ്കിൽ ഒരു യുവാവും യുവതിയോട് ഒരുമിച്ച് നടന്നു പോകുമ്പോ ജനങ്ങളുടെ ഇടയിൽ പല തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. അവൻ ആ പെണ്ണുമായിട്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും കാമുകയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നതാണോ, ഇങ്ങനെ പല നിലയിലുള്ള ചർച്ചകൾ, ആരോപണങ്ങൾക്ക് നിങ്ങൾ വിധേയരാകും. വിവാഹത്തിൽ നിങ്ങൾ വിളംബരം ചെയ്തിട്ടുണ്ട് എങ്കിൽ നാട്ടിൽ നിങ്ങളുടെ ഭാര്യയുമായി പോകുന്ന സന്ദർഭത്തിൽ അവൻ കഴിഞ്ഞ ആഴ്ച വിവാഹം ചെയ്തത് അവന്റെ ഭാര്യയുമായിട്ട് പോവുകയാണ്. നിങ്ങൾ ആ വിവാഹത്തെ പള്ളികളിൽ വെച്ച് തന്നെയാക്കണം. പള്ളി എന്നുള്ളത് ഏറ്റവും ഉയർന്ന ആത്മീയതയുടെ പ്രതീകമായ സ്ഥലമാണ് പള്ളി എന്നുള്ളത്. നിങ്ങൾക്ക് അനുവദനീയമായ സന്തോഷങ്ങളിൽ ഏർപ്പെടാം. ആ വിവാഹത്തിന്റെ വേളയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ദഫ്മുട്ടാം, അനുവദനീയമായ ഗാനങ്ങൾ ആലപിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ നിർദ്ദേശം. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചർച്ച ചെയ്യാം. സർവശക്തനായ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ശരിയായ ദീനിന്റെ ഓരോ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.